PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിലാണ് 15,000 PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. അല്ല, ടീച്ചർക്ക് അൾഷിമേഴ്സ് ബാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം അവർക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ കോവിഡ് പിടിച്ച ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ന്യൂയോർക്കിൽ നിന്നും അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് ടീച്ചറെ ഒരു കോഴ്സും മരുന്നെത്തിക്കാമോ എന്ന് വിളിച്ചതൊക്കെ ടീച്ചർ വികാര വിക്ഷുബ്ധയോടുകൂടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ലോകമെമ്പാടും ഗ്രസിച്ച ഒരു വലിയ മഹാമാരിയായിരുന്നല്ലോ COVID-19. ആ സമയത്ത് കേരളം മാതൃക കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചില മാധ്യമപ്രവർത്തകർ ആകാശത്തോളം പൊക്കി ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ BBC-യിൽ വന്നു, CNN-ൽ വന്നു. അതൊക്കെ കേട്ട് നമ്മളൊക്കെ കോരിത്തരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ഇതാ ഒരു മാതൃകാ ഭരണാധികാരി KR ഗൗരിയമ്മയ്ക്ക് പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ആളുകൾ തള്ളി മറിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊരു വലിയ കൊള്ളയാണ് നടത്തുന്നത്, എത്ര വലിയ അഴിമതിയാണ് നടത്തുന്നത് എന്ന കാര്യം ആ കോവിഡ് കെട്ടടക്കുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം വിളിച്ചു പറഞ്ഞതാണ്. എല്ലാരും വിളിച്ചു. പിന്നീട് VD സതീശനടക്കമുള്ള ആളുകൾ നിയമസഭയിൽ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചതാണ് ഈ PPE കിറ്റ് വാങ്ങുന്നതിനുള്ള അഴിമതി, അതുപോലെ തെർമോമീറ്ററിലെ അഴിമതി, ഗ്ലൗസ് വാങ്ങുന്നതിനുള്ള അഴിമതി. എത്രയധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞൊരു ശൈലിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പുരക്ക് തീ പിടിക്കുന്ന സമയം നോക്കിയിട്ട് വാഴ വെട്ടുന്ന പരിപാടിയാണ് ഈ ടീച്ചറും സംഘവും കൂടി ഇവിടെ നടത്തിയത്. He is the biggest criminal. He is the biggest businessman. This is the biggest national issue. സത്യത്തിൽ ടീച്ചർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കിടുന്ന വിചാരിക്കുന്നില്ല. അവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ പോയിരിക്കുകയും ചായ കുടിക്കുകയും അണ്ടിപ്പരിപ്പ് കഴിക്കുകയും ചെയ്യുന്ന ജോലി മാത്രം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചേർന്ന മുഖ്യനും പുള്ളിയുടെ ചില കീഴ് സിൽബന്ധികളും ചേർന്നു. ഈ തട്ടിപ്പ് നടത്തിയതും അതിൻ്റെ ലാഭം എടുത്തതും അവരാണ്, കാരണഭൂതനും സംഘവും. ടീച്ചർ പാവം ഇതിന്റെ മുൻപന്തിയിൽ നിന്നുപോയി എന്ന് മാത്രം. അവര് നിപ്പയെ തടഞ്ഞു, കോവിഡിനെ തടഞ്ഞു, അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധി കിട്ടി. അവരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ പുറത്തിറങ്ങി. പിന്നെ അതിൻ്റെ മലയാള പരിഭാഷ വരാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ PR വർക്കാണ് അതിൻ്റെ അകത്ത് ആകെ പുള്ളിക്കാരി ചെയ്തത്. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തൊരു കിടന്നിരിക്കണം, എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് റമോൺ മക്സാസെ അവാർഡ് കമ്മിറ്റി അവരെ തിരഞ്ഞെടുക്കാൻ ആലോചിച്ചു. അപ്പോഴത്തേക്കും കാരണഭൂതനും മരുമോനും കൂടി അത് മുടക്കി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടീച്ചർ എന്നേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അവർ ഇത്തവണ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ചുരുക്കും അവർക്കുണ്ട്. ഇതൊക്കെയാണ് അവർ പറയുന്നതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട അർത്ഥതലങ്ങൾ. ഇതൊക്കെയാണ്. പണം കൈയിട്ട് വാരിയത് വേറെ ആളുകളാണ്, എനിക്കറിയില്ല, സർക്കാർ പറയട്ടെ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം. അതിൽ കൂടുതൽ അവർക്ക് പറയാൻ പറ്റില്ല, പാർട്ടി അച്ചടക്കം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന സമ്പ്രദായം അത് പൊതുവേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും സംസ്ഥാനങ്ങളിലുള്ളതാണ്. എന്തെങ്കിലും പ്രകൃതി ക്ഷോഭമുണ്ടാകും, വരൾച്ചയോ വെള്ളപ്പൊക്കം ഉണ്ടാകും, അതല്ല ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുക, അതുമല്ലെങ്കിൽ ഈ മഹാമാരി പൊട്ടി പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന കുറേ നികൃഷ്ടജീവികളുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ ആക്രാന്ത ശിരോമണികളായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാലാകാലങ്ങളായിട്ട് ഇതുപോലുള്ള കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എവിടെയാണ് മോഷ്ടിക്കാൻ പഴുത്, എവിടെയാണ് കൊള്ളയടിക്കാൻ സാധ്യത എന്ന് കണ്ടെത്തി അവിടെ ചാടി വീണ് അതിൽ നിന്ന് പരമാവധി ലാഭം അടിക്കുന്ന നീചന്മാരെ കൊണ്ടും നികൃഷ്ടജീവികളെ കൊണ്ടും പണ്ട് മുതലേ കുപ്രസിദ്ധി നേടിയതാണ് വകുപ്പ്. ആ വകുപ്പിലാണ് പ്രത്യേകിച്ച് ഇതുപോലെ വലിയൊരു ചാകര വന്നപ്പോൾ COVID-19 വന്ന ആളുകൾ മരിക്കുകയാണ്. മനുഷ്യ ഈയാമ്പാറ്റകളെ പോലെ മരിക്കുകയാണ്. ഏറ്റവും വികസിത രാജ്യമായ അമേരിക്കയിലാണ് ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നത്. ഇന്ത്യ മോശമൊന്നുമല്ല, ഇന്ത്യ ബ്രസീലൊക്കെ തൊട്ട് പുറകെ തന്നെ. അപ്പോൾ ഇത്ര വലിയൊരു മഹാമാരി ഇവിടെ നടമാടുന്ന സമയത്ത് ഈ സാധനങ്ങൾ കൂടിയ വിലക്ക് വാങ്ങിക്കുന്നതായിട്ട് രേഖ ഉണ്ടാക്കുകയോ ചെയ്താൽ, രേഖ ഉണ്ടാക്കിയതാണ്, ബാക്കി പൈസ ഇവർ പോക്കറ്റിലിടും എന്ന കാര്യം ആർക്കറിയാൻ പാടുള്ളത്. അതാണ് പച്ചക്കറി കച്ചവടക്കാരനൊക്കെ പെട്ടെന്ന് ഗ്ലൗസിൻ്റെ അല്ലെങ്കിൽ തെർമോമീറ്ററിൻ്റെ വിതരണക്കാരനായിട്ട് മാറിയത്. കാരണം ആ തെർമോമീറ്റർ എന്ന് വെച്ചാൽ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് അറിയണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം ഇതൊക്കെ പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടി നടത്തുന്ന പലവിധ തട്ടിപ്പുകളാണ്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇതിൻ്റെയൊക്കെ കൊട്ടേഷൻ സംഘങ്ങൾ വേറെയാണ്. അവരാണ് ഇതിൻ്റെ അകത്തു നിന്ന് ലാഭം ഉണ്ടാക്കിയതും ഇതിൽ നിന്ന് വലിയ കൊള്ള നടത്തിയത്.
താൻ ഉദയഗിരി പഞ്ചായത്തിലെന്തോ മഴക്കുഴി പദ്ധതി ഒപ്പിച്ചെടുത്തുന്ന കേട്ടല്ലോ. എത്രടയാ? എന്നിട്ട് കുഴികുത്ത് തുടങ്ങിയോ? മഴയില്ലാതെ കുഴിയോടെ കുത്താനാ. എന്നാ പിന്നെ ആദ്യം മഴ പെയ്ക്കാനുള്ള ഒരു പദ്ധതി തുടങ്ങ്. അത് കൊള്ളാലോ, നോക്കാം. അപ്പോൾ അവരൊന്നും വെളിച്ചത്ത് വരികയോ അവരെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടക്കുകയില്ല. CAGയെ സംബന്ധിച്ചുള്ള ആകെ ചെയ്യാവുന്ന എന്താണ്? ഓപ്പൺ മാർക്കറ്റിൽ ഇത്ര വിലയുള്ള സാധനം അതിൻ്റെ 10 മടങ്ങ് വിലക്ക് ഇവിടെ വാങ്ങിയിരിക്കുന്നു. ഇത് ക്രമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പുറകെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സംവിധാനം CAGക്കില്ല. ഇപ്പോൾ നാളെ തൊട്ട് CPM-കാർ പറയും CAGക്ക് കണക്കറിയാൻ പാടില്ല. അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ മനുഷ്യർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ത്യാഗങ്ങൾ നമുക്ക് സർക്കാരിന് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറയും. അത് ഗോവിന്ദ മാഷ് ആദ്യം പറയും, പിന്നെ ബാക്കി സഹാക്കന്മാരെ കേട്ട് പറയും. ബാലനടക്കമുള്ള ആളുകൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത് പറഞ്ഞ് നമ്മളൊക്കെ വീട്ടികളാക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതിയുണ്ട്, വലിയ കൊള്ളം നടന്നിട്ടുണ്ട് എന്ന കാര്യം സകല ആളുകൾക്കും അറിയാം. ഇപ്പോൾ CAG റിപ്പോർട്ടുണ്ട്, അതിനൊരു സാധൂകരണം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിവുള്ള പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരു പുതുമയുമില്ല. CAG റിപ്പോർട്ട് വന്നപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണത്തിന്, വിഷ്ണുനാഥ് അടക്കമുള്ള ആൾ ഉന്നയിച്ച ആരോപണത്തിന് ഇപ്പോൾ CAGയുടെ ഒരു മേലോ പൂടി വന്നിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിൽ കവിഞ്ഞ പ്രാധാന്യം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനെതിരെ സമരം നടത്താമെങ്കിൽ CAGക്കെതിരായിട്ടും സമരം നടത്താവുന്നേ ഉള്ളൂ. വലിയ പ്രതിഷേധം നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. ലോകത്തിനാകെ മാതൃകയായി മാറിയ ഈ നമ്പർ 1 കേരളത്തിൻ്റെ ആരോഗ്യ പുരോഗതി അട്ടിമറിക്കുന്നതിന് വടക്കേ ഇന്ത്യക്കാരനായി ഏതോ ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അയാളുടെ ടീം ഇവിടെ വന്ന് ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കാനും അതുവഴിക്ക് വലതുപക്ഷത്തിന് വിടുപണി ചെയ്യാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വഴിതെറ്റിക്കാനും നടത്തുന്ന കുൽസിത ശ്രമമാണ് എന്ന ഒരു പ്രസ്താവന നാളെ രാവിലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. പഴയ DHSന്റെ ഭർത്താവും കൂടി ആയിരിക്കുന്ന സഖാവ് ബാലനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാലൻ കഴിഞ്ഞതിന് ശേഷമേ ഗോവിന്ദാദികൾ ഇതേക്കുറിച്ച് പറയും. അപ്പോൾ ഇത്ര വലിയ ഒരു ഗൂഢാലോചന ഈ നാട്ടിൽ നടക്കുമ്പോൾ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാപ്രകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി, അതിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൂട്ടുനിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കാൻ നമുക്ക് ധാരാളം വകയുണ്ട്. പരീക്ഷ അടുത്ത സമയത്ത് അല്ലെങ്കിൽ SFIക്കാർ അനിശ്ചിതകാല പഠിപ്പ് മുടക്കിനും കൂടി ആഹ്വാനം ചെയ്ത്, അതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ DYFIയും ഒക്കെ ഇതിൻ്റെ മുൻകൈ ഏറ്റെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘം പോലെയുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത്ര വലിയ നുണപ്രചരണങ്ങൾ സർക്കാരിനെതിരെ നടക്കുമ്പോൾ കേരളത്തിലെ കോടാനുകോടി ആളുകളെ കോവിഡ് മഹാമാരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ച സഖാവ് പിണറായി വിജയനും സഖാവ് ശൈലജ ടീച്ചർക്കും എതിരായിട്ട് ഒരു മാഫിയ സംഘം ആരോപണം ഉന്നയിക്കുമ്പോൾ CAG പോലൊരു സംവിധാനം അത് ഏറ്റുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ സഖാവിനും ഉണ്ട്. നാളെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം നോക്കും, അതിൽ ഈ കൈരളി ചാനലിൽ വരുന്ന വാർത്തകളുടെ ഒരു സ്വഭാവം നോക്കും. നാളെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരുന്ന സാംസ്കാരിക നായകന്മാരുടെയും നായികമാരുടെയും ലിസ്റ്റ് നോക്കുള്ളൂ. അവർക്ക് ആർക്കൊക്കെ വരും കൊല്ലങ്ങളിൽ അക്കാഡമി അവാർഡ് കിട്ടും, എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടും എന്ന് നോക്കുള്ളൂ. സംഗതിയുടെ കിടപ്പുവശം വളരെ വ്യക്തമാണ്. ഈ പരിപ്പൊന്നും സഖാക്കളുടെ അടുത്ത് വേവുകയില്ല. ഇവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പോകുന്നു. ബൈ ബൈ.